ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പനീർ വെച്ചിട്ട് നല്ലൊരു പുലാവ് കണ്ടാലോ. അതും സിമ്പിളായിട്ട് കുക്കറിൽ എങ്ങനെയാണ് പുലാവ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ലഞ്ച് ബോക്സ് ആയിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പുലാവ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് പനീർ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 200 ഗ്രാംസിൻ്റെ പനീർ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അത് ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ഇത്തിരി കാശ്മീരി മുളക് പൊടിയും അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കാശ്മീരി മുളക് പൊടി ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു കളറിന് വേണ്ടി ചേർത്ത് കൊടുത്താൽ കേട്ടോ, നല്ല ഭംഗിയായിരിക്കും. അതിനുശേഷം വെള്ളം ഒന്നും ഒഴിക്കേണ്ടത് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് വന്നാൽ മതി കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കൈ കൊണ്ട് ഇളക്കണമെന്നില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതിയേ. ഇനി നമുക്കതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം, ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കണ്ട. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം, സൺഫ്ലവർ ഓയിലോ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിലൊക്കെ ഏത് എണ്ണയാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം ഷാലോ ഫ്രൈ ചെയ്തെടുക്കണേ. ജസ്റ്റ് ഇതൊന്ന് കളർ ചേഞ്ചായി ഒന്ന് നമ്മുടെ കോട്ടിങ്ങൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി, ഓവറായിട്ടൊന്നും കുക്കാവണ്ട. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ ഇതിങ്ങനെ ഒന്ന് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പനീറൊന്നും ഉടഞ്ഞു പോകാതിരിക്കും. അതിന് വേണ്ടിയാട്ടോ ഇങ്ങനെ ചെയ്ത് വയ്ക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ കുക്കറിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം കേട്ടോ. കുക്കറിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെണ്ണയോ നെയ്യോ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെണ്ണയോ നെയ്യോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യാണെങ്കിൽ പുലാവ് സാധാരണ നെയ്യിലാണ് തയ്യാറാക്കുന്നത്. ചിലർക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെണ്ണ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ വെണ്ണയോ നെയ്യോ, പിന്നെ 1/2 ടേബിൾ സ്പൂൺ നമ്മൾ വറുത്ത് വെച്ചതിൻ്റെ ബാക്കി എണ്ണയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതൊരു 1/2 ടേബിൾ സ്പൂൺ ചേർത്തുകൊണ്ട് പിന്നെ അതിനകത്തേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് പിന്നെ ഒരു ചെറിയ ജീരകം ഉണ്ടല്ലോ, അതൊരു 1/4 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പൈസസ് എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് എരിവിന് വേണ്ടിയുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പച്ചമുളക് നെടുകെ കയറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ കിസ്മിസും കറുത്ത മുന്തിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കട്ടെ, എന്തോരം വേണമെങ്കിലും. ഇതിവിടെ നല്ലതുപോലെ വഴൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 4-5 ബീൻസ് വട്ടത്തിലരിഞ്ഞതും അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അരി ഒരു 10-15 മിനിറ്റ് കുതിർത്തതിന് ശേഷം ഇതുപോലെ വെള്ളമൊന്നും ഇല്ലാതെ അരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ജീരകശാല അരിയാണെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള അരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അരിയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ എണ്ണയിലും നെയ്യിലും ഒക്കെ കിടന്ന് നമ്മുടെ അരി ഒന്ന് ഇതായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കാട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പുതിനയിലയുടെ കളർ എന്തെങ്കിലും ഇരിക്കുന്നത് വെച്ചാൽ ഞാനത് ഫ്രീസറിൽ വെച്ച പുതിനയിലയാണ് കേട്ടോ. അതൊരു കുഴപ്പമില്ല, ആ കളർ അങ്ങനെയാണെങ്കിൽ നല്ല അതിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവും. പിന്നെ അതിനകത്തേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച് നമ്മുടെ പനീർ ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ പനീർ ക്യൂബ്സ് ലാസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, പക്ഷേ ഇപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിനകത്തേക്ക് നല്ലതുപോലെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 2 വിസിലടിച്ചാൽ മതി. അത് കഴിഞ്ഞ് 2 വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ ഫുൾ എയർ പോയതിന് ശേഷം എടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരുപോലെ എപ്പോഴും ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ചേഞ്ചിന് വേണ്ടി പുലാവായിട്ട് തയ്യാറാക്കി നോക്കി, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ സിമ്പിളല്ലേ, കുക്കറിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.